ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിയാസിനാമൈഡ് 10% നിയാസിനാമൈഡിന്റെ ഒരു ഫേഷ്യൽ സീറമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിയാസിനാമൈഡിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നല്ലേ. അത് നമുക്ക് നല്ല സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും നല്ല ഹൈഡ്രേഷൻ കിട്ടാനും എന്തെങ്കിലും ഇച്ചിനെസ് അങ്ങനെ ഡ്രൈനെസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാനും ഡാർക്ക് സ്പോട്ട് മാറ്റാനും ഒക്കെ നമുക്ക് നിയാസിനാമൈഡ് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു സിറത്തിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് ചൂടാക്കാതെയും മെൽറ്റ് ചെയ്യാതെ ഒന്നും അങ്ങനെയൊക്കെ ചെയ്യാതെ ഒരു ഗ്യാസ് പോലെ ഓൺ ആക്കാതെ അല്ലെങ്കിൽ ഒരു ഇൻഡക്ഷൻ കുക്കർ പോലെ ഓൺ ആക്കാതെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിറം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എപ്പോഴും പറയുന്ന പോലെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളായാലും എന്ത് വെസൽസ് എന്തായാലും നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് സാധനമായാലും നമ്മളത് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം. അപ്പോൾ നമുക്കതിനെ ആൽക്കഹോളിൻ്റെ റബ്ബിങ് ആൽക്കഹോളൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മൾ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ബ്യൂട്ടി പ്രോഡക്ട്സിൽ ഈ ഒരു സ്റ്റെറിലിറ്റി. അപ്പോൾ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന കാര്യം മറക്കരുത്. ക്ലീൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ, എന്നാലും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സെൽഫ് ലൈഫൊക്കെ കൂടത്തുള്ളൂ, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമുക്കിത് ടയർ ചെയ്യണം. ടയർ ചെയ്തിട്ട് നമുക്ക് മെഷർ ചെയ്യണം. ഡിസ്റ്റിൽ വാട്ടറാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. നമുക്കിത് 83.2 നമുക്ക് ഡിസ്റ്റിൽ വാട്ടർ വേണ്ടത്. അത് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ 83 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡീപ്പ് ആന്തനോളാണ്. അപ്പോൾ നമുക്ക് ഡീപ്പ് ആന്തനോൾ മെഷർ ചെയ്യാം, ടയർ ചെയ്യാം. നമുക്ക് വേണ്ടത് 2 gram ആണ് വേണ്ടത്. കറക്റ്റായിട്ട് നിങ്ങൾ ഈ എമൗണ്ട് തന്നെ എടുക്കുക. അപ്പം ഇതുപോലൊരു നല്ല വെയിങ് മെഷീൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പം നമ്മളിപ്പോൾ 100 ഗ്രാമിൻ്റെയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 gram നമുക്ക് വേണം. അത് മെഷർ ചെയ്തെടുക്കുക. നല്ല വൈറ്റനിങ് ഏജൻ്റ് ആണ്. നമുക്ക് മോയ്സ്ചറൈസിങ് എല്ലാം നമുക്ക് തരുന്ന നമ്മുടെ എല്ലാവിധ ബ്യൂട്ടി പ്രോഡക്ട്സിനതും ഉപയോഗിക്കുന്നതാണ് ഈ ഡീപ്പ് ആന്തനോൾ. ഇനി നമുക്ക് ഈ ഡീപ്പ് ആന്തനോൾ നമ്മുടെ ഈ ഡിസ്റ്റിൽ വാട്ടറിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഡീപ്പ് ആന്തനോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. അപ്പം ഇത് ലംസൊക്കെ ഉണ്ടാവും, എന്നാലും പറ്റുന്ന അത്രയും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാം. ഇനി നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് അലൻറ്റോയിൻ ആണ്. നമുക്ക് അലൻറ്റോയിന് നമുക്ക് എത്ര വേണം? 0.5 മതി അലൻറ്റോയിൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അലൻറ്റോയിന് നമ്മുടെ ഈ ഒരു മിക്സിലോട്ട് ഈ ഒരു ഡിസ്റ്റിൽ വാട്ടറിനകത്തോട്ട് മിക്സ് ചെയ്യും. നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ അലൻറ്റോയിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നറിയാമോ? അത് നമ്മളെ ഹൈഡ്രേറ്റ് ചെയ്യും, നമ്മുടെ സ്കിന്നിൻ്റെ ഇറിറ്റേഷൻസ് റെഡ്യൂസ് ചെയ്യും. അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ റീജനറേഷൻസ് ഒക്കെ നടത്താൻ നമുക്ക് ഈ അലൻറ്റോയിൻ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ നമ്മുടെ ഒരുവിധപ്പെട്ട എല്ലാ ബ്യൂട്ടി പ്രോഡക്ട്സിനകത്തും നമ്മൾ അലൻറ്റോയിൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവും എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് നിയാസിനമൈഡ് ആണ്. ഇത് ഞാൻ ഓൾറെഡി മെഷർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് 10 gram നിയാസിനമൈഡ് ആണ് നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ നിയാസിനമൈഡ് നമ്മൾ ഈ ഒരു ഡിസ്റ്റിൽ വാട്ടറിനകത്തോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ഈ പ്രോഡക്റ്റ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതി. ഇനി എന്നിട്ട് നിയാസിനമൈഡിൻ്റെ ഗുണങ്ങൾ നമുക്കറിയത്തില്ല. ഇത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേഷൻ ഇംപ്രൂവ് ചെയ്യും, നമ്മുടെ സ്കിൻ ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കുറയ്ക്കാനും ഒരുപോലെ ഈവൻ സ്കിൻ ടോണൊക്കെ ആക്കാനും നമ്മൾ നിയാസിനമൈഡ് യൂസ് ചെയ്യും. നിയാസിനമൈഡ് നമുക്ക് അതിൻ്റെ സിറമുണ്ട്, നമുക്ക് അതിൻ്റെ ഫേസ് വാഷ് ഉണ്ട്, അതിൻ്റെ സോപ്പുണ്ട്. നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകളായിട്ട് നമുക്ക് നിയാസിനമൈഡിനെ ചെയ്തെടുക്കാൻ പറ്റും. അതിൽ ഒരെണ്ണമാണ് നമ്മുടെ സിറം. അപ്പം ഇത് നമ്മുടെ സ്കിന്നിനെയൊക്കെ ഈവൻ ടോൺ ആക്കും. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി അതിൻ്റെ ലംസ് ഒക്കെ മാറ്റി എടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാം. ടയർ ചെയ്തു. നമുക്ക് പ്രിസർവേറ്റീവ് വേണ്ടത് 0.5 gram ആണ്. പ്രിസർവേറ്റീവ് നമുക്കറിയാമല്ലോ, നമ്മുടെ പ്രോഡക്റ്റിനെ സെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി, അത് ഇങ്ങനെ നശിച്ചു പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒഴിക്കുന്നത് ജിയോഗ DCT ആണ്. നിങ്ങൾക്ക് ഏത് ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള പ്രിസർവേറ്റീവ് ആണെങ്കിലും യൂസ് ചെയ്യാം. എനിക്ക് 0.5 ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ 0.5 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ മിക്സിലോട്ട് ആഡ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് നമുക്കിതിനെ വീണ്ടും മിക്സ് ചെയ്യാം.
ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് മെഷർ ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ഇതിനെ ഡബിൾ ബോയിൽ ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ ഈ പ്രോഡക്റ്റുകളുടെ ഈ പാന്തനോൾ, അലൻറ്റോ ഓയിൽ എല്ലാം നമുക്ക് നിയാസമൈഡ് എല്ലാം നമുക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം അത് അവൈലബിൾ ആണ്, നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാം. ബ്യൂട്ടി പ്രോഡക്ട്സ് കിട്ടുന്നതും അത് സെയിൽ ചെയ്യുന്ന കടകളും അല്ലെങ്കിൽ ഇവൻ നമ്മുടെ കോൺടാക്ട് ചെയ്ത് നമ്മുടെ കയ്യിലും ഈ പ്രോഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ട നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് കാൻഡുല എക്സ്ട്രാക്റ്റ് ആണ്. അപ്പം ഈ എക്സ്ട്രാക്റ്റ് നമുക്ക് നല്ല റീഫ്രഷിങ് കിട്ടും നമ്മുടെ ഫേസിനൊക്കെ. അപ്പം നമുക്കിതൊരു 1 ml നമുക്കിതിൻ്റെ കൂടെ ഈ ഒരു സൊല്യൂഷന് കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് എക്സ്ട്രാക്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി അതിന് പകരം ഈ ഡിസ്റ്റിൽ വാട്ടറിന് പകരം നിങ്ങൾക്ക് ഏതൊക്കെ യൂസ് ചെയ്യാം? നിങ്ങൾക്ക് അലോവേര എക്സ്ട്രാക്റ്റ് യൂസ് ചെയ്യാം, അലോവേര ഹൈഡ്രോസോൾ, റോസ് ഹൈഡ്രോസോൾ, ഇതെല്ലാം യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഡിസ്റ്റിൽ വാട്ടർ അനുസരിച്ച് കുറച്ചെടുത്താൽ മതി. അപ്പം ഞാനിപ്പം അത് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ഡിസ്റ്റിൽ വാട്ടറിൽ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഡിസ്റ്റിൽ വാട്ടർ ഉണ്ടെങ്കിൽ അങ്ങനെ ആയാലും. ഇത് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീർന്നിട്ടില്ല, ഇനിയും കുറച്ച് പ്രോഡക്റ്റ് കൂടെ ഉണ്ട്. ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഓരോന്നായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഗ്ലിസറിൻ വേണം. ഗ്ലിസറിനാണ് നമ്മുടെ മോയ്സ്ചറൈസർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്. അപ്പോൾ നമുക്കിനി ഗ്ലിസറിൻ മെഷർ ചെയ്യാം. ഗ്ലിസറിൻ നമുക്ക് 3 ml ആണ് വേണ്ടത്. 3 ml നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ എടുക്കുക. ഗ്ലിസറിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാം. ഇനി നമുക്ക് അതിനകത്തോട്ട് ലോ മോളിക്കുലർ വെയിറ്റ് ആയിട്ടുള്ള ഹൈലനോറിക് ആസിഡ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഹൈലനോറിക് ആസിഡ് 0.8 ആണ്. നമ്മളത് മെഷർ ചെയ്തെടുക്കുക. ഈ ഹൈലനോറിക് ആസിഡ് നമുക്ക് ഒരുപാട് ഇതിലുണ്ട്, ഒരുപാട് സൈസിൽ അവൈലബിൾ ആണ്. ലൈക്ക് മിഡിൽ മോളിക്കുലർ വെയിറ്റ് ഉണ്ട്, ഹൈ മോളിക്കുലർ ഉണ്ട്, ലോ മോളിക്കുലർ ഉണ്ട്. അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് 0.8 ആണ്. 0.8 മതി നമുക്ക് വേണ്ട ഹൈലനോറിക് ആസിഡ്. അത്രയും സ്മോൾ എമൗണ്ട് മതി നമുക്ക്. നമ്മൾ നോക്കി കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിപ്പോൾ ഹൈലനോറിക് ആസിഡ് നമ്മൾ കറക്റ്റ് 0.8 എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഗ്ലിസറിനുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഡിസ്റ്റിൽ വാട്ടറിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഡിസ്റ്റിൽ വാട്ടറിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാന്തങ്കം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് കണ്ടാൽ അങ്ങനെ തന്നെ തോന്നും. ഇതിന് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്ത് കുറച്ച് ക്ലോട്ട്സ് ആയിട്ടൊക്കെ കിടപ്പുണ്ട്, അത് കുഴപ്പമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഹൈഡ്രേറ്റ് ആയിട്ട് നല്ലതായിട്ട് തിക്കാണ്. ഇതാണ് നമ്മുടെ ഈ ഒരു സിറത്തിന് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിൽ തിക്കാകുന്നത്. അപ്പം ഇതുപോലെ ആയതിനു ശേഷം നമുക്കിതിനെ ഒരു 5 hours മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒരു 5 hours അടച്ചു വെച്ച് നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. അപ്പോഴാണ് നമ്മുടെ സിറം നല്ല ഒരു കൺസിസ്റ്റൻസിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസിസ്റ്റൻസി കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഈ ഡിസ്റ്റിൽ വാട്ടറിന് പകരം നിങ്ങൾക്ക് ഹൈഡ്രോസോൾസ് യൂസ് ചെയ്യാം. അപ്പം റോസിൻ്റെ ഹൈഡ്രോസോളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സിറത്തിനൊരു സ്മെല്ലും കൂടെ കിട്ടും. നമുക്കിതിനെ ഒരു ഫോയിൽ പേപ്പർ വെച്ച് ക്ലോസ് ചെയ്ത് നമുക്കൊരു 5 hours കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ നല്ല കൺസിസ്റ്റൻസിയിൽ നമുക്കിതിനെ കാണാം. ഇപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം. നമ്മുടെ സിറത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ഇപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് ബോട്ടിലോട്ട് മാറ്റുക, അത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കുള്ളത് ഇതിൻ്റെ pH ടെസ്റ്റിങ്ങും കൂടെയാണ്. അതിന് നമ്മൾ കുറച്ച് കുറച്ച് സൊല്യൂഷൻ എടുത്ത് ഇതിലോട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഒഴിച്ച് നോക്കുക. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് pH നമുക്ക് ഒരു 7-8 ആ റേഞ്ചിലാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ pH കുറയ്ക്കണം. അതിന് നമ്മൾ സിട്രിക് ആസിഡ് നമുക്കൊരു 0.2 ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ pH. ഇത് ഹൈ റേഞ്ചാണ്. നമുക്കിത് കുറച്ചിട്ട് നമുക്ക് വേണ്ടതിലോട്ടാക്കാം. നമുക്കൊരു 5.5 to 6 ആണ് ആവശ്യമുള്ളത്. 5 to 5.5. അപ്പോൾ അതിലോട്ടാക്കാൻ നമുക്ക് സിട്രിക് ആസിഡാണ് നമ്മുടെ pHനെ ഡൗൺ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് സിട്രിക് ആസിഡ് 0.2 നമുക്ക് എടുക്കാം. ഇനി നമുക്കിതിനെ നമ്മുടെ സൊല്യൂഷനിലോട്ട് ആഡ് ചെയ്യണം. കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്യണം. നമുക്ക് വീണ്ടും pH ടെസ്റ്റ് ചെയ്ത് നോക്കാം, കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ pH നമുക്ക് വേണ്ട ലെവലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തുമാത്രം കാണാമെന്ന് അറിയത്തില്ല. ഇപ്പം നമുക്ക് 5 to 6 ഇടയ്ക്കുള്ള ഒരു നമുക്കൊരു എമൗണ്ടാണ്, ഒരു വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇത് പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ പ്രോഡക്റ്റ് കുപ്പിയിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ ബോട്ടിലോട്ട് മാറ്റാം.
അപ്പം എല്ലാ ബോട്ടിലും നമ്മൾ ഓൾറെഡി സാനിറ്റൈസ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പം നമുക്കിനി ഇതൊരു 15 ml നമുക്കിതിനകത്തോട്ട് നോക്കാം. അപ്പോൾ നമ്മൾ 10% നിയാസിനമൈഡ് സെറ്റായി കഴിഞ്ഞു. ഞാനിത് നമുക്ക് അപ്ലൈ ചെയ്ത് കാണിക്കാം. സിറം കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും റീഫ്രഷിങ്ങും മോയ്സ്ചറിങ്ങും ആയിട്ടുള്ള ഒരു സീറം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും നമുക്കൊരു 1 month എടുക്കും അതിൻ്റെ റിവ്യൂ കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ നിങ്ങളൊരു 1 month കണ്ടിന്യൂസ് ആയിട്ട് ഇത് നല്ലതായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് മോർണിംഗിലും കിടക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്താലും നല്ലതാണ്. ബെഡ് ടൈമിന് മുമ്പ് അപ്ലൈ ചെയ്താലും നമുക്ക് നല്ലതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.